ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അങ്ങനെ എൻ്റെ ചുന്ദരി പെണ്ണ് റമീസിൽ എടുത്തു കൊടുത്ത പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരിക്കണമൊക്കെയാണ് നിങ്ങൾ. ഇത് റമീസിൻ്റെ പെരുന്നാൾ സമ്മാനമാണ് കേട്ടോ. ഒന്ന് നീപ്പിച്ച് ചേർത്ത് റമീനെ. ഫ്രോക്കൊക്കെ എങ്ങനെയുണ്ട്? ജീൻസിൻ്റെ ഫ്രോക്കൊക്കെ ഇട്ടിട്ട് എനിക്ക് ഇതെന്താ റബ്ബേ, ബെൽറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇതെന്തിനാ കുഞ്ഞ? ആ, അത് വായിലെടുത്ത് വെക്കോ, അത് നോക്കണം. അവിടെ എടുക്കാം. അപ്പോ റമീസിന്റെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങോട്ടാ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോണു? അല്ലാ, അമ്മമ്മ വീട്ടില് പോവാണേ ഗേസ്. ഇന്നങ്ങനെ പാലക്കാട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്നത് ഞാനും ചക്കരയും നമ്മുടെ ലനമോളും കൂടിയിട്ടാണ്. ഉമ്മയും ഇപ്പൊന്നും വരുന്നില്ല. അപ്പോൾ ഇവര് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ വരുന്നുണ്ട്. ഞങ്ങൾ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ട്രെയിൻ എപ്പോഴാണ് വെച്ചാൽ നമുക്ക് 1 മണിക്കാണ് ട്രെയിൻ. സമയം 11:30 ആയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ അതേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ. നമ്മുടെ കുട്ടീൻ്റെതും ഇൻ്റെതും ചക്കരതും നമ്മുടെ മൂന്നാളതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൂടുതലും കുട്ടീൻ്റെ സാധനങ്ങൾ തന്നെ ഡ്രസ്സുകൾ അധികം ഉള്ളത്. കാരണം കുട്ടികളുടെ അവസ്ഥ അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ ഡെയിലി 3-4 ജോഡികളൊക്കെ വേണം. അപ്പോൾ കുട്ടിക്ക് ഫുഡ് കൊടുക്കാനുള്ളത്, കുട്ടീൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ അല്ലാതെ ഉണ്ട്. പിന്നെ എൻ്റെ ചക്കൻ്റെ കുറച്ച് ഡ്രസ്സുകൾ, തുണികളോടെ നിൽക്കാനുള്ള ഡ്രസ്സുകൾ, തുണികളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ പോവാണ് അങ്ങനെ നമ്മൾ. ഹലോ, പെരുന്നാളിട്ട മൈലാഞ്ചി കഥ എനിക്ക് വയ്യ. കാലത്ത് തന്നെ കേട്ടോ രസമായത്. നോക്ക്, അത് കൊള്ളാം. ഇത് നോക്ക്, ഇത് നല്ല അടിപൊളിയായി. എവിടെ പോണ്? ഇവിടെ നിന്നോ, മമ്മാന്റെ പപ്പാന്റെ അടുത്ത് നിന്നോ. ലെനാ ഇവിടെ നിന്നോ, നമ്മളിവിടെ നിന്നോ, പമ്മാന്റെ പപ്പാന്റെ അടുത്ത് നിന്നോ. ഓ, അവിടെ അലമ്മോനുണ്ട്, അലയാത്താത്ത ഉണ്ട്, ഉമ്മമ്മ ഉണ്ട്. ആരൊക്കെ ഉള്ളത് അവിടെ? കുട്ടിക്കാരൊക്കെ ഉള്ളത് അവിടെ? ഇനി വീണ്ടും അവിടെ ചെല്ലുമ്പോ അംഗൻവാടി മാരിയാവും വീട്. എപ്പോഴും കരച്ചിലാവും, കുട്ടികൾ ഉറങ്ങാത്ത വീടാവും. അല്ലെങ്കിൽ അവിടെ 2 ആൾക്കാർ ഓൾറെഡി ഉണ്ട്. ഇതുകൂടെ ആകുമ്പോ അടിപൊളിയായി. 3 ആൾക്കാർ കൂടെ ആകുമ്പോ കരഞ്ഞിട്ടാണ് നന്നാവും. ഓക്കെ ഗൈസ്, അപ്പൊ എന്നാ നമുക്ക് ഇറങ്ങല്ലേ? റമി പറഞ്ഞില്ലേ? അപ്പൊ എഴുന്നേറ്റുള്ളൂ. അവൻ ഇന്നലെ എത്തിയപ്പോ തന്നെ ലേറ്റായി. ഇന്നലെ എവിടെയൊക്കെ പെരുന്നാളൊക്കെ ആയിട്ട് പോയിട്ട് എത്തിയപ്പോ ലേറ്റായി. അപ്പോ എന്നാ പോലെ നമുക്ക് കൊറിയക്കാരിയെ പോലെ മുടിയൊക്കെ ഇട്ടിട്ട് എന്താപ്പോ കഥ? എടുക്ക. അതെ, നേരത്തെ എഴുന്നേറ്റ് ഉറക്കത്തിൻ്റെ തന്നെയാണ്. ഇനിയിപ്പോ ട്രെയിനിൽ കയറിയിട്ടേ ഭക്ഷണം കഴിച്ചിട്ട് കേസ് നമ്മള് ഭക്ഷണം വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കി തന്നു കേട്ടോ. നല്ല അടിപൊളി ചോറും ചമ്മന്തിയും ഉപ്പേരി അച്ചാറൊക്കെ ആയിട്ട് ഉമ്മ അടിപൊളി പൊതിച്ചോറ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് വെറുതെ വാങ്ങി കഴിക്കണ്ടല്ലോ. ട്രെയിനത്തെ ഫുഡ് അത്ര സുഖമുള്ള ഫുഡല്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് ഉമ്മ ഫുഡ് ഉണ്ടാക്കി തന്നു. വെള്ളം വാങ്ങാം നമുക്ക്. എന്നാ ഇറങ്ങിയാലോ? എന്തല്ല എന്നാ വരി. അല്ല, ചക്കരന്റെ ഫോണൊക്കെ എടുത്തില്ലേ ഇരിക്കണേ? എന്നാ ഇറങ്ങാം നമുക്ക്. ഉണ്ടോ? അത്യാവശ്യം കരച്ചിലായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തോ. ട്രെയിനിൽ ഇവിടെ കൊണ്ട് പാലക്കാട് പോണ അവസ്ഥയല്ലേ കരെ? അല്ലാതെ നമ്മൾ കാറിലല്ലേ പോയി? ഗുജറാത്ത് യാത്ര നടത്തിയതേ ഉള്ളൂ. ഇല്ലല്ല, നമ്മൾ പിന്നെ എത്തുമല്ലോ. അന്ന് ഗുജറാത്തിൽ 25 മണിക്കൂർ ഇരുന്നിട്ട് പോയില്ലേ? കുറച്ച് ഫുഡും പിന്നെ ഫീഡൊക്കെ ചെയ്യുമ്പോൾ അവിടെ എത്താനാ പോയി. 1 മണിക്കുള്ള ട്രെയിൻ നമുക്ക് അവിടെ 6:45 ആകുമ്പോൾ അവിടെ എത്താൻ പറ്റും. വൈകുന്നേരം അവിടെ ഒറ്റപ്പാലത്ത് എത്തും. കൂക്കൂല് പോകാൻ പോവാ. വർക്കലേന്ന് ഒറ്റപ്പാലത്ത് കാണട്ടോ നമ്മൾ പോണത്. അപ്പോൾ 1 മണിക്ക് വർക്കല ട്രെയിൻ എത്തും. എന്നാ വരി പോവാ. കാരണം ഈ ട്രെയിൻ അങ്ങനെ അല്ലാതെ ലേറ്റ് ഒന്നും ആവൂല. തിരുവനന്തപുരത്ത് നിൽക്കുന്ന ട്രെയിനാണ്. അടുത്ത സ്റ്റോപ്പ് വർക്കലയാണ്. പോവാ പാപ്പാ? ഓക്കെ, എന്നാ പോവാ. പാപ്പ വരുന്നുണ്ട് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. 4 വീക്ക് ഇപ്പൊ ഞാൻ തന്നെ എടുക്കണമല്ലോ റബ്ബേ. നീ എങ്ങനെ എടുക്കും കുട്ടീനെ കൊണ്ട്? വേണ്ട, കുട്ടീനെ സേഫ് ആയിട്ട് പിടിച്ചോ. ബാഗ് ഞാൻ എടുത്തോളാം. വേണ്ട
അപ്പോഴേ കുട്ടീനെ കൊണ്ട് ട്രെയിനിൽ കയറുമ്പോൾ വേണ്ടാന്ന്. ഞാൻ എടുത്തോളാം. കുട്ടീനെ സേഫ് ആയിട്ട് പിടിച്ചാൽ മതി. ബാഗ് സാധനങ്ങളൊക്കെ പോണത് പോയിക്കോട്ടെ, കുട്ടീനെ നേരെ പിടിക്കുക. അത് ഞാൻ കെട്ടിക്കൊണ്ട് നീ കുട്ടീനെ മാത്രം നോക്കിയാൽ മതി. ഇതൊക്കെ ഞാൻ എടുത്തോളാം. എന്റെ കുട്ടീന്റെ ആഹാരം ഷോളാണ്. ഇന്ന് ഇറങ്ങാം നമുക്ക്. ഓക്കെ, അപ്പൊ കൊച്ചാനോട് ടാറ്റ പറ. പിന്നെ അപ്പൊ കൊടുക്കി ഇറങ്ങാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. സമയം 12:20-24 കുറച്ച് 1 മണിക്കൂറായില്ല നമ്മൾ ഇറങ്ങിയിട്ട്. 11:20 നമ്മൾ ഇറങ്ങിയത്. 11:25 ഇറങ്ങി. 12:25 ആയപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. കുട്ടിയുടെ ഉമ്മാൻ്റെ അടുത്തിരുന്ന് അങ്ങനെ ഉറങ്ങി കേട്ടോ. ചക്കരയ്ക്ക് ഉറക്കം വരണ്ടില്ലേക്കരെ ഇറങ്ങിയില്ലേ? ഉറങ്ങിയിരുന്നു അങ്ങനെ. ഇപ്പോൾ ട്രെയിനിൽ കയറിയാണ്ട് ഭക്ഷണം കഴിച്ചാൽ വേണമെങ്കിൽ ഉറങ്ങാമല്ലോ. സൈഡ് സീറ്റാവും. ഒരാൾക്ക് സൈഡ് സീറ്റാണ്. 2ഉം 3ഉമാണ് സീറ്റ് വന്നിട്ട്. അപ്പോൾ 2ാം നമ്പർ എന്തായാലും സൈഡ് സീറ്റാണ്. 3ാം നമ്പർ പിന്നെ അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെയാണ്. കാരണം പകല് പിന്നെ ബെർത്ത് ആരും തുറന്നിട്ട് ഉറങ്ങാൻ നിൽക്കില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ടല്ലേ യാത്ര ചെയ്യുക. അപ്പോൾ പിന്നെ ഇത് കണക്ക് തന്നെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ കയറി ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്താമല്ലോ. വൈകുന്നേരം ആകുമ്പോൾ അവിടെ എത്തും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സാധനമൊക്കെ ഇറക്കി നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലോട്ട് വാങ്ങി എത്തിയിട്ടുണ്ട്. പോവാണ് ഇനി ഒരു 2-3 ദിവസത്തേക്ക് ഒരു ചടപ്പായിരിക്കും അല്ലേ? പാപ്പ ഒരു 2-3 ദിവസത്തേക്ക് ഇത്ര ദിവസം നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഒരു ചടപ്പാണല്ലേ? ഏത് അവിടെ ഉള്ളൊരു ഓർമ്മയായിരിക്കും. പിന്നെന്ത് പോണതിന് വീഡിയോ കോൾ വിളിക്കാമല്ലോ. നിങ്ങൾ കാണണം തോന്നി എന്ത് ചെയ്യുക, നേരെ അങ്ങോട്ട് വരി. വീഡിയോ കോളിൽ കണ്ടിട്ടില്ല ചക്കരെ വരണം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വരാം. ഇല്ല എന്തിനു കറിയണം? ഇപ്പോൾ വരും ട്രെയിൻ. ഇപ്പോൾ വരും. സമയം എത്ര? 12:47. ഇപ്പോൾ വരും. 5 മിനിറ്റ്. ഇപ്പോൾ വരുമല്ലോ. നിങ്ങളിനി ഭക്ഷണം വീട്ടിൽ പോയിട്ട് കഴിക്കും. വീട്ടിൽ പോയിട്ട് കഴിക്കും. ഓക്കെ. എന്തിനാ കറിയണം? ഇലക്ഷനും കല്യാണം. ഞാൻ ട്രെയിനിൻ്റെ എന്തെങ്കിലുമൊക്കെ തന്നോ? ബസ്സാണെങ്കിൽ സൂപ്പറുണ്ട്. രാത്രി 9 മണിക്ക് കിട്ടപ്പോൾ നല്ല മേലെ. നമ്മുടെ ട്രെയിൻ അതാ വരികയാണ്. കണ്ടോ, ട്രെയിൻ അവിടെ നിന്ന് വരികയാണ്. എന്നാൽ ഒക്കെ എടുക്കാം. ചക്കരെ കുട്ടീനെ എടുത്തോ. ബാഗ് ഞാൻ എടുക്കാം. കറക്റ്റ് ടൈമാണോ? അപ്പം എന്താ 12:51? കറക്റ്റാണ്. 12:51 കറക്റ്റാണ്. ഇതൊക്കെ ഞാൻ എടുക്കാം. വേഗം ഞാൻ എടുക്കാം. പറയേ അപ്പാനോട് മമ്മനോട് പോയിട്ട് വരാന്ന് പറയേ. പെട്ടെന്ന് വരണം കേട്ടാ. പോയിട്ട് ട്രെയിനിൽ കയറുമ്പോ ഉറങ്ങും. എടുക്കാം. വിളിക്കാന്ന് പറയ്. പോയിട്ട് വിളിക്കാറേ. വണ്ടി അതാ വരണം. നമ്മളവിടെ എത്തിയിട്ട് വിളിക്കാം. 6:45 ആ ടൈം. 6:45 ആവും. നൗഫൽ വരും. ഒറ്റപ്പാലത്തേക്ക് വരും. എവിടെ ട്രെയിൻ? എവിടെ
ട്രെയിൻ എവിടെ? ആ, തിരുവനന്തപുരത്ത് തന്നെ എടുക്കണം. അതാണ് ഈ കറക്റ്റ് ടൈമിൽ എത്തുന്നത്. വേറെ തിരുവനന്തപുരം കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് പിന്നെ ഇവിടെ ഉള്ളൂ. ആ, കുഴപ്പമില്ല. പിന്നെ AC ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. തിരക്കുണ്ടെങ്കിലും പ്രശ്നമില്ല, നമ്മളെ ബാധിക്കില്ലല്ലോ. B2 അല്ല, തിരക്കുണ്ടെങ്കിലേ നമുക്ക് പിന്നെ റിസർവേഷൻ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. നീ ഇറങ്ങിയിട്ട് ബാഗ് ഞാൻ കൊണ്ടിറങ്ങിക്കോളാം, കുഴപ്പമില്ല. ഗെയ്സ്, അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി ഉമ്മയപ്പയും വിളിച്ചു. അവരെപ്പോഴൊന്ന് യാത്ര ചെയ്തു. ചുമ്മാ പറയുകയാണേ, ട്രെയിൻ എടുത്തപ്പോൾ ഇവളിങ്ങനെ ഈ ചില്ലിനിടയിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം അത്രേ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമ്മളിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമല്ലോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങൾ എന്തായാലും എത്തിയിട്ട് വിളിക്കുക പറഞ്ഞു. പിന്നെ നഫലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തിരിച്ച് പറഞ്ഞു. ഇതെന്താ? ആ പ്രശ്നമല്ല, അത് വിളിക്കാൻ. നഫലിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഉമ്മനോട് പറയാൻ പറഞ്ഞു. കാഴ്ചകൾ നോക്കാം. അല്ല, ഇതെന്താ കിച്ചണിൽ ഇരുന്ന സാധനം? ഫീഡ് ചെയ്യാൻ പോരുന്ന സാധനമാണ്. ട്രെയിന് കയറിയപ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങി. അപ്പോൾ തന്നെ ഫീഡ് ചെയ്തപ്പോൾ ആൾ റെഡിയായി. കാഴ്ചകൾ കാണുകയാണ്. എങ്ങോട്ടാണ് പോണ്? എവിടേക്ക് പോണത്? അങ്ങനെ നമ്മൾ കൊല്ലെത്താനായിട്ടുണ്ട്. അതെ അതെ. എവിടേക്ക് പോണ്? എവിടേക്കാടി പോണ്? ഭക്ഷണം കഴിക്കണ്ടേ? നീ കഴിച്ചോ? ആ, കഴിക്കാൻ കുഴപ്പമില്ല. ആ, കഴിക്കാൻ കുഴപ്പമില്ല. അതാ വായിലിടണ മുത്ത്. അത് വായി പോണതല്ല പ്രശ്നം, അത് പിന്നെ മുറിയും ചെയ്യും. അത് വായി കൊണ്ടാൽ അത് മാറ്റി. പിടിച്ചാലിപ്പോൾ കരച്ചിലും തുടങ്ങും. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ കേട്ടോ ഞാൻ. അപ്പോൾ ആദ്യം ഒരാൾ കഴിച്ചിട്ട് പിന്നെ അടുത്തൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഫസ്റ്റ് ഞാൻ കഴിക്കുകയാണ്. കുട്ടി ചക്കരേൻ്റെ അടുത്തുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കി തന്ന ചോറും ചമ്മന്തിയും പിന്നെ ഉപ്പേരിയും മുട്ട പൊരിച്ചൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം അടുത്ത കുട്ടീനെ കുറച്ച് നേരം ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ അതേ ചക്കര ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാള് ട്രെയിൻ തള്ളുകയാണ്. ട്രെയിൻ പോണില്ല ഗൈസ്. ട്രെയിൻ മെല്ലാണ് പോണത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാളെ തള്ളി സഹായിക്കുകയാണ്. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ കണ്ട് ഷീറ്റൊക്കെ വിരിച്ചു കൊടുത്തു, കണ്ട് ഉറക്കി. ഇപ്പോൾ ഇവിടെ കൂടെ ചായ കോഫി വിളിച്ചു പോയപ്പോൾ നീച്ചാണ്. ലാലിവടാണോ? ആ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മൾ കോട്ടയം കഴിഞ്ഞു അല്ലേ ചക്കര? കോട്ടയം കഴിഞ്ഞു. ആ, ട്രെയിൻ തള്ളുകയാണ്. ഇവിടെ ട്രെയിൻ തള്ളുകയാണ്. ട്രെയിൻ തള്ളി കൊണ്ടുപോവാണേ. ട്രെയിൻ തള്ളി കൊണ്ടുപോവാണേ. ഒന്നും അറിയില്ല, കയറി ഇരിക്കാണ്. ടിക്കറ്റ് എടുക്കടി, എനിക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല. നമ്മള് ടിക്കറ്റ് എടുക്ക് ടിക്കറ്റ്. ഇപ്പൊ ടിടിആറിനോട് പറയും ഞാൻ, ഇപ്പൊ ടിടിനോട് പറയും ഞാൻ. ആ, ഇപ്പൊ ടിക്കറ്റ് ചെക്കറിന് ആളിനോട് പറയും ഞാൻ. ഇപ്പൊ ഇറക്കി വിടും കേട്ടോ. ഇപ്പൊ ഇറക്കി വിടും കേട്ടോ കള്ളിപ്പെണ്ണേ. അങ്ങനെ സമയം 6:39 ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൂടി കൊണ്ട് നമ്മളെത്തും. ഏകദേശം നമ്മൾ ഇവിടെ ഭാരതപ്പുഴയൊക്കെ കഴിഞ്ഞു, ഷൊർണൂരൊക്കെ കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുട്ടി എന്താ ഡ്രസ്സ് മാറ്റി കളിക്കണമെന്നില്ലേ? ഇട്ടുകൊണ്ട് വന്നത് വേറൊരു ഡ്രസ്സ്, ഇതിനിടയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് വീണ്ടും അടുത്ത ഡ്രസ്സ് ഇട്ടു. അതിനുശേഷം ഇപ്പോൾ കുറച്ച് മുമ്പേ ഫുഡ് കൊടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്തു, അടുത്ത ഡ്രസ്സ് ഇട്ടു. അതാ ഉറങ്ങുകയാണ് ഇപ്പോൾ. ഇത്ര നേരം കരച്ചിലായിരുന്നു ഇവിടെ. എപ്പോഴും അല്ല കേട്ടോ, ഇടയ്ക്കൊക്കെ അല്ലാതെ അവർക്ക് ഉറക്കം വന്നിട്ടുള്ള ഒരു നിർബന്ധമായിരുന്നു. ആര് കരച്ചിലായിരുന്നു. ആ, ഇപ്പോൾ അതേ ഉറങ്ങുന്നുണ്ട്, മയങ്ങനുണ്ട്. ഫുഡ് കൊടുത്തില്ലേ? സെർലാക്ക് ഇപ്പോൾ കൊടുത്തല്ലോ.
എല്ലാവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാഗുകളൊക്കെ ഞാനിത് ഇറങ്ങാനുള്ളതൊക്കെ ഇവിടേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഒരു ബാഗ് കൂടി ഉണ്ട്, അതിവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ കൊണ്ട് നിൽക്കുകയാണ്. മന വിളിച്ചോ? കൊല്ലത്തുനിന്ന് അമ്മ വിളിച്ചായിരുന്നു. ഇനിയിപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് വിളിക്കാം, കുഴപ്പമില്ല. കാരണം കുട്ടി കയ്യിലിരിക്കല്ലേ. കരച്ചില് ഈ ഒരു ബോഗി ഫുള്ള് കരഞ്ഞാണ്ട് കുലുക്കി കുറച്ച് മുന്നേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് എത്താനായല്ലോ. ഞാൻ ഓഫറിനെ വിളിച്ചു, അപ്പോൾ കുറച്ചിനെ വിളിച്ചു. തൃശ്ശൂർ എത്തിയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൂറ് നിൽക്കുകയാണ് പറഞ്ഞു. ആ അപ്പോഴാ വിളിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു 6:45 നമ്മുടെ ടൈം കാണിച്ചിട്ടുണ്ടായി. ഒരു 10-12 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ചിലപ്പോൾ ടൈമിൽ ഓടി എത്തുകയും ചെയ്യും. ദിവസം അങ്ങനെ നമ്മൾ കൃത്യസമയത്ത് തന്നെ എവിടെ എത്തി? ഒറ്റപ്പാലത്ത് എത്തിയില്ലേ? ഓക്കെ. ബാഗ് സാധനങ്ങളൊക്കെ എടുത്തല്ലോ. അത് കയ്യിൽ വെച്ചേക്കോ. എൻ്റെ തോളത്ത് ഓൾറെഡി ഒരു ബാഗ് ഉണ്ട് കേട്ടോ. പിന്നെ 2 ബാഗ് വേറെ ഉണ്ട്. നൗഫനെ വിളിച്ചു, വന്നുകൊണ്ട് കാണുമെന്ന് പറഞ്ഞു. ഇപ്പം എത്തും. നമുക്കെന്നാൽ അങ്ങോട്ട് നടന്നാലോ? കുട്ടി ഉറങ്ങിയില്ലേ? എന്നാൽ ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു നിൽക്കാം. ഇനി കുറച്ച് നാൾ പാലക്കാട്ടമ്മ, ഇനി മഞ്ജുമ്മല്ല, ഇനി ഹാജറാമ്മ. അങ്ങനെ നമ്മൾ വീടെത്താനായി. അപ്പോൾ അളിയനും ഉമ്മായും അലേഹയും വന്നിട്ടുണ്ടായിരുന്നു. അലേഹ എവിടെ? അളിയനൊപ്പം പോയോ? മാറ്റമുണ്ടോ അമ്മ? കുട്ടി മുടി കെട്ടിയപ്പോ മുഖം മാറിയില്ലേ ഉമ്മ? മുഖം വെട്ടിയപ്പോ ചക്കൻ കുട്ടി ആയില്ലേ? ചക്കരെ കണ്ടതിൻ്റെതാണ്. അങ്ങനെ നമ്മള് വീടെത്താനായിട്ട് നമ്മള് തൃക്കടിയിൽ എത്തിയിട്ടുണ്ട്. മതി മതി, ഞാൻ കഴിക്കാം. അങ്ങോട്ട് കഴിക്കാം. ഞങ്ങൾ കഴിക്കാം. അവിടെ നോട്ടെ. പല്ലെവിടെ? എവിടെ പല്ലെവിടെ? എവിടെ നോക്കട്ടെ? ഇങ്ങ എവിടെ? ഇങ്ങൊന്ന് അങ്കിളിൻ്റെ അടുത്ത് വന്ന് നോക്കട്ടെ. എവിടെ പല്ലാട്ടിക്ക? അങ്കിള് പല്ല് നോക്കട്ടെ. എവിടെ പല്ല് കാണിച്ചിട്ട് നോക്കട്ടെ. 1 2. എവിടെ പല്ല് നോക്കട്ടെ? ഇയാൾക്ക് അല്ല ഇത്ര പല്ല് വന്നു എൻ്റെ കുട്ടിക്ക്. അല്ല വലിയ കുട്ടിയായി. പാട്ടാടിത്താ